നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് പിള്ളേരെ ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് എൻ്റെ പൊന്നു അച്ഛമാഡം നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. DYSP മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവർ ഫോണും പൈസയും മുദ്രപത്രവും തിരിച്ചു കൊടുക്കാം, മുദ്രപത്രമുള്ള രേഖകളും തിരിച്ചു കൊടുക്കാം. മുഖ്യമന്ത്രിക്ക് DYSP കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒലീവിയ ഡിസൈൻസ് പൂട്ടി. ഒലീവിയ ഡിസൈൻസിൽ ബിസിനസ് നടക്കുന്നതേയില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂരാണ്. പ്രശ്നം ഒലീവിയാണ്. കേൾക്കുമ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, കളഞ്ഞിട്ട് പോടാന്ന്. ശരിയാണ്. ഞാനും ഈ പ്രശ്നമൊക്കെ എന്തിനാ വെറുതെ ആൾക്കാർ വെറുതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ട് ഞാനും ഈ പറഞ്ഞ വിഷയത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി ഞാൻ എൻ്റേതായ തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ എന്നെ കുറച്ച് കുട്ടികൾ കോണ്ടാക്ട് ചെയ്തു. നമ്മൾ ഇവർ 14-ാം തീയതി ഇവരെ, അതായത് ഈ പറഞ്ഞ ഏതാണ്ട് 18-17 പിള്ളേരെ അടൂർ DYSP ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഒരു വീഡിയോ അച്ചുപാട് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ 14-ാം തീയതി ഏതാണ്ട് സംഭവിക്കും, അച്ചുവും ശിബിയും ഫോണുകൾ തിരിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ. പെണ്ണാണെങ്കിൽ വാശിയാണ്, പെണ്ണാണെങ്കിൽ 14-ാം തീയതി ഇതൊന്നും കൊടുക്കത്തില്ല എന്ന വാശിയായിരുന്നു എന്ന് വരെ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ശരിയാണ്. 14-ാം തീയതി വന്ന് ആ കുട്ടികൾ അച്ചുമേടം പറയുന്ന പോലെ ശശിയായി. ഒരു ചുക്കും നടന്നില്ല, അവർക്ക് ഫോൺ കിട്ടിയില്ല. വന്നത് എവിടെ നിന്നാന്ന് ആലോചിക്കണം. കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ എന്നൊക്കെയാണ് ഈ കുട്ടികൾ ഈ പറയുന്ന ഫോണിനും പൈസയ്ക്കും വേണ്ടി ഇവർ പറയുന്നുണ്ട് ഒറ്റ പൈസ കൊടുക്കാനില്ലെന്ന്. പിന്നെ ഈ പൈസ കൊടുക്കാനില്ലാത്ത പിള്ളേർക്ക് വെറുതെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഈ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണം. ഇപ്പോൾ എത്രാമത്തെ ട്രിപ്പാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് പിള്ളേരെ ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് എൻ്റെ പൊന്നു അച്ഛമാഡം നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സുഖം ഉണ്ടായിരിക്കും, കാര്യം നിങ്ങളുടെ വാശിയായിരിക്കും ഈ കൊച്ചുങ്ങളെ എങ്ങനെ ഓടിക്കാമെന്നുള്ളത്. ഈ കൊച്ചുങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ DYSP കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ഇത് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തിരിക്കുക, നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കേസിനകത്ത് അവർ വ്യക്തമായിട്ട് ഇപ്പം വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഒറ്റ രൂപ കൊടുക്കാനില്ല, ഒരു പണവും കൊടുക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല, ആകെ കുറച്ച് ഫോണുകൾ മാത്രമേ ഉള്ളൂ എന്ന്. അതിനകത്ത് വ്യക്തമായിട്ട് DYSP മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവർ ഫോണും പൈസയും മുദ്രപത്രവും തിരിച്ചു കൊടുക്കാം, മുദ്രപത്രമുള്ള രേഖകളും തിരിച്ചു കൊടുക്കാം എന്ന് ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ കൊടുക്കാനുണ്ടായിട്ടായിരിക്കുമല്ലോ ഈ DYSP ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. പോട്ടെ, ഇവരിതിനകത്ത് പറയുന്നുണ്ട് 14-ാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ വാശിയാണ്, ഞാൻ കൊടുക്കത്തില്ല, പെണ്ണാണെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല എന്ന് വാശിയോടെ പറഞ്ഞിരുന്ന കാര്യം ശരിയാണ്. 14-ാം തീയതി ഒന്നും നടന്നില്ല, കൊടുത്തില്ല. 15 അന്നാണ് വീഡിയോ ഇട്ടത്. ഇന്ന് 16 ഇന്ന് ഒരു 8 ഫോണ് DYSP ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇനി ഈ പറയുന്ന കൊച്ചുങ്ങൾ വീണ്ടും കണ്ണൂരിൽ നിന്നും പാലക്കാട് നോക്കി ഈ വണ്ടിക്കൂലി മുടക്കി 1000-1500 മുടക്കി അടൂ വരണം. അടൂ വന്നിട്ട് ഇനി ഇതവരുടെ ഫോണാണോ എന്ന് നോക്കണം. ഫോൺ പോട്ടെ, പ്രശ്നമില്ല, ഫോൺ പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തി? അവർ ഇന്ന് വായിച്ച ചെക്ക് ലീഫ് അവരെ വ്യക്തമായിട്ട് ചെക്ക് നമ്പർ ഉൾപ്പെടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട്, ഇന്ന് 16-ാം തീയതിയാണ്, ഇന്ന് വൈകുന്നേരം DYSP ഓഫീസിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിക്ക് DYSP കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒലീവിയ ഡിസൈൻസ് പൂട്ടി. ഒലീവിയ ഡിസൈൻസിൽ ബിസിനസ് നടക്കുന്നതേയില്ല. പക്ഷേ നിങ്ങൾക്കറിയാലോ, വീഡിയോ ചെയ്യുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ GST ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്നപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല. അവിടെയുള്ള കുട്ടികളെ മാറ്റി എല്ലാം സംഭവിച്ചു. ഓക്കെ, അത് പോട്ടെ. എന്നിട്ട് ഈ കൊടുത്ത DYSP കൊടുത്ത ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, അതായത് ഈ പറയുന്ന കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയോ ടോർച്ചറുകയോ ചെയ്യുകയാണെങ്കിൽ, വീഡിയോയിലൂടെ ആയാലും നേരിട്ടായാലും അല്ലാതെയാണെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാം, അടൂർ SHOയ്ക്ക് അധികാരമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗ്രീഷ്ണ എന്ന് പറയുന്ന ഒരു കൊച്ചിനെയും അതിൻ്റെ അമ്മയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അവരൊരു തെളിവ് കാണിക്കുന്നുണ്ട്. റീഷ്ണ അതാണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടാനുണ്ട്, എനിക്കെല്ലാം കിട്ടി, എനിക്കതുകൊണ്ട് ഇനി എനിക്ക് അവിടെ നിന്ന് പൈസ ഒന്നും കിട്ടാനില്ല എന്നുള്ളൊരു റീഷ്ണ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു പേപ്പറിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അവരുടെ വീഡിയോയ്ക്കകത്ത്. ശരിയാണ്, റീഷ്ണ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അവർക്ക് കാശ് കിട്ടാനുണ്ടെന്ന്. ആ കൊച്ചും പറഞ്ഞിട്ടില്ല, അതിൻ്റെ അമ്മയും പറഞ്ഞിട്ടില്ല. അതിന് കിട്ടാനുള്ളത് ഫോണും മുദ്രപത്രവും മാത്രമാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? ഈ കുറച്ച് പിള്ളേരോടോ? 1-1.5 ലക്ഷം രൂപയിൽ താഴെ എങ്ങാണ്ടേ ഉള്ളൂ കൊടുക്കാൻ. അത് കൊടുത്തങ്ങ് തീർക്ക്. നിങ്ങൾ ബിസിനസ് നടത്തിക്കോ. നിങ്ങൾ ഏത് രീതിയിലോ ബിസിനസ്, ലീഗലായിട്ടോ ഇല്ലീഗലായിട്ടോ എങ്ങനെ വേണമെങ്കിലും ബിസിനസ് നടത്തിക്കോ. അതൊക്കെ നോക്കേണ്ടവരും അധികാരികൾ നോക്കും.
എന്തിനാണ് ഈ കണ്ണൂർ കിടക്കുന്നതും കാസർഗോഡും ഈ തൃശ്ശൂരും ഒക്കെ കിടക്കുന്ന കൊച്ചുങ്ങളെ ആഴ്ച ഈ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നിങ്ങൾ പറയുന്നുണ്ട് കളക്ടറേറ്റിലും ഒക്കെ കയറി ഇറങ്ങി അവർ ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചുങ്ങൾ മടുത്തു. അതാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്? ഇപ്പം തന്നെ വയനാട്ടിലൊരു വെള്ളപ്പൊക്കം വന്നത്, ഒരു ഉരുൾപൊട്ടലുണ്ടായി, എത്ര പേരാ മരിച്ചു പോയി? നമുക്ക് അത്രയ്ക്കേ ഉള്ളൂ. നമുക്കൊക്കെ ചെറിയൊരു ആയുസല്ലുള്ളൂ. മുകളിലോട്ട് എടുക്കുന്ന ശ്വാസം തിരിച്ചു വന്നില്ലേ, തീർന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ വാശി കാണിക്കുന്നത്? അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്ത് സെറ്റിൽ ചെയ്ത് നിങ്ങൾ ലീഗലായിട്ടോ ഇല്ലീഗലായിട്ടോ എങ്ങനെ വേണമെങ്കിലും ബിസിനസ് നടത്തി പോയാൽ പോരായിരുന്നു. ഇത് ഇത്രയും വഷളാക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിനകത്ത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ ലീഗൽ അഡ്വൈസറോടും വക്കീലന്മാരോടും ഒക്കെ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 10,000 രൂപ കൊടുത്ത് ഫോണ് പോട്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ സിം കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ ആ സിം കട്ടായി പോവും, പോട്ടെന്ന് നോക്കാം. പക്ഷേ ചെക്ക്, ഇവരുടെ പേരിലുള്ള ഇവരുടെ അക്കൗണ്ട് നമ്പറിലുള്ള ചെക്ക് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് ഈ അച്ചുവും സിബിയും. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ബിസിനസ് നടത്തിയ സമയങ്ങളിലെല്ലാം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു പൈസ വന്നുകൊണ്ടിരുന്നത്. ഇവർ മറ്റൊരു അക്കൗണ്ടിലേക്ക്, അതായത് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത്, ഈ പറഞ്ഞ സൂററ്റിലോ അവിടെ ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള പല അക്കൗണ്ടുകളിലേക്കും ഇവരുടെ അക്കൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ വ്യക്തികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരും ഈ കുട്ടികളുമായി ഒരു ബിസിനസ് ബന്ധമുണ്ട്. ഇപ്പം ഈ അച്ചോ സിബിയോ ഇവരുടെ ഈ പറയുന്ന ഈ കുട്ടികളുടെ ആരുടെയെങ്കിലും ചെക്കിൽ ഒരു 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 1 കോടി രൂപയോ എഴുതി ഏതെങ്കിലും ഒരു മാനുഫാക്ചേഴ്സ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ബൗൺസ് ആവും, അത് കേസാവും. ആർക്കെതിരെയായിരിക്കും കേസ് വരുന്നത്? ഈ കുട്ടിയുടെ പേരിൽ. കാര്യം ലീഗലിൽ നോക്കുമ്പോൾ, നമ്മൾ നിയമപരമായി നോക്കുമ്പോൾ ഈ കുട്ടിയും ആ സ്ഥാപനവുമായിട്ട് ബിസിനസ് ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർ ഈ പറയുന്ന ഈ കുട്ടികൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ പോയി കേസ് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ശരി, നമ്മളെല്ലാം കൊണ്ടും തെളിയിച്ച് ഇത് ഇവർ വാങ്ങിച്ചിരുന്ന ചെക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പം ഊരി പോരാൻ പറ്റുമെങ്കിലും ഇവർ ഈ പറയുന്ന കേസ് വിളിക്കുമ്പോഴെല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യകളിൽ കിടന്ന് കറങ്ങേണ്ടി വരും. ഇപ്പം കണ്ണൂർ കിടക്കുന്ന കൊച്ചു ഈ അടൂര് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ ഇവർ ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ചെക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്ത് ഇതിൽ നിന്നും ഈ പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ പറയുന്ന ഈ ഒലിവ ഡിസൈൻസിൻ്റെ ഓണറായ അച്ഛനോടും സിബിയോടും ഒക്കെ പറയാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഈ വാശി കാണിക്കുന്നത്? 1-1.5 ലക്ഷം രൂപ കൊടുത്ത് ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ നോക്ക്. അപ്പം നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഫോണ് 8 എണ്ണം DYSP ഓഫീസിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ബാക്കി ഇനി മുദ്രപത്രവും ചെക്കും അവർ കൊടുക്കും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കട്ടെ. അല്ലാതെ ഇതിൻ്റെ പുറകിൽ പോയ ഒരുപാട് നിയമ നടപടികൾക്ക് എല്ലാവരും ഈ പറയുന്ന പലരും കോടതി കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ശുഭമായി നടക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.